ഇഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീണയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം വരുന്നു. സിഎമ്മിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നോ? ഞങ്ങളിങ്ങനെ നിങ്ങൾക്കൊക്കെ വാർത്തയൊക്കെ തരുന്നതുകൊണ്ട് നമ്മളും വായിക്കാറുണ്ട്. ഹലോ, വാർത്താ കുറിപ്പായിട്ട് തന്നെ ഇഡി പുറത്തിറക്കിയ കണ്ടെത്തലുകളാണ്. ആ വാർത്തയും വായിച്ചു. അവര് പ്രതികരിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ശേഷം അവര് പ്രതികരിക്കട്ടെ തന്നെ. പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ചൊന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ. ഒരു അന്വേഷണം നടക്കുകയല്ലേ. ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവര് പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. രാഷ്ട്രീയമായി നേരിടുന്ന ആഭ്യന്തര വകുപ്പ് അല്ല നൽകിയത്, എനിക്ക് കഴിഞ്ഞ സർക്കാരാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. ആ പദ്ധതിയുമായി താങ്കൾ മുന്നോട്ട് പോയി 5ലധികം വീടുകൾ വെക്കുകയാണ്. ഇതൊരു എന്ത് മറുപടി? അത് ഇവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വീടുകളുടെ ശിലാസ്ഥാപനമാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. വേറെ ഒരു 5 വീടുകളുടെയും പിന്നെ ഒരു 4 വീടിന്റെ ഫ്ലാറ്റിന്റെയും പണി ഇപ്പൊ പൂർത്തിയാകാറായി. അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത് മുന്നോട്ട് പോകും. അത് അവര് തന്നെ അന്വേഷിച്ച് അവര് തന്നെ കണ്ടെത്തി ഒന്നുമില്ലെന്ന്, വീണ്ടും അവർ ഒന്നും കൂടി അന്വേഷിച്ച് വീണ്ടും കണ്ടെത്തി ഒന്നുമില്ലെന്ന്. ഇത്രയേ ഉള്ളൂ. ഈ ഒന്നുമില്ലാതെ ഇരുന്ന സമയത്താണോ ഇത്രയധികം തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾക്കെതിരെ? അതങ്ങനെ പറയുമല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണല്ലോ ഈ രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നം. അതാണല്ലോ, അവരുടെ മുമ്പിൽ 2 വിജിലൻസ് ഡയറക്ടർമാരുടെയും റിപ്പോർട്ട് ഇരിക്കുമ്പോഴാണ് അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായിട്ട് പ്രചരണം നടത്തിയത്. അവരന്വേഷിച്ച അവരുടെ പോലീസിന്റെ 2 വിജിലൻസ് ഡയറക്ടർമാര് ഇത് പൂർണ്ണമായും നന്നായി നടത്തിയ ഒരു പദ്ധതിയാണ് എന്നാണ്. ഞാൻ ഒരിക്കലും ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും പറയില്ല. അന്വേഷിച്ചോളാനാ പറഞ്ഞത്. അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കിട്ടുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായി. ഞാൻ എന്റെ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്ക്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അതിനൊരു ക്ലീൻ ചിറ്റ് കിട്ടും, അവരെ അഭിനന്ദിക്കൂടി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അസംബ്ലിയിൽ.